1,00,000 കിലോമീറ്റർ ഓടിയുള്ള ജി വാഗൺ ആണിത്. 2021 ഇത് വാങ്ങുമ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ആയിരുന്നത് 2,10,00,000 രൂപയായിരുന്നു. ഇന്ന് ഇതിന് ഓഫർ ചെയ്യുന്നത് 2,70,00,000 രൂപയാണ്. 1,00,000 കിലോമീറ്റർ ഓടി 5.5 വർഷം പഴക്കമുള്ള ഈ വണ്ടിക്ക് വില കൂടാൻ എന്താ കാരണം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഫ്ലൈവീൽ ഫാമിലിയിലെ രണ്ടാമത്തെ ജി വാഗൺ അത്. ആദ്യത്തെ അറിയായിരിക്കും, എൻ്റെ പഴയ ജി വാഗണാണ് ഇത്. സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം, ഇത് ഉമേണ്ട വണ്ടിയാണ്. ഈ വണ്ടി വാങ്ങുമ്പോൾ 2-3 ക്രൈറ്റീരിയാസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ജി വാഗണിലെ തന്നെ ഡീസൽ വെഹിക്കിൾ G350 ആണ് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തത്. കാരണം ഉമേണ്ട് നല്ല ഓട്ടം ഉണ്ട്, നല്ലോണം ഓടുന്ന ആളാണ്. ഇതിപ്പം 1,00,000 ഇപ്പോഴേ ആയിട്ടുള്ളൂ എന്ന് വെക്കണം. കാരണം സാധാരണഗതിയിൽ ഫസ്റ്റിൽ ഓട്ടം വെച്ച് നോക്കിയാൽ ഒരു കൊല്ലം മുന്നെങ്കിലും 1,00,000 ആവേണ്ടതാണ്. പിന്നെ ഒരു വണ്ടി കൂടെ ആഡ് ഓൺ ചെയ്തപ്പം കുറച്ച് ഓട്ടം കുറച്ചു. കാരണം ഇത് കീപ്പ് ചെയ്യാനുള്ള വണ്ടിയാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി സമയം എടുത്തത്. മറ്റേത് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുമ്പേ തന്നെ 1,00,000 ആവേണ്ടതാണ്. ഡെയിലി യൂസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെയിലി യൂസ് തന്നെ ആയിരുന്നു. എല്ലാ പർപ്പസിനും വീട്ടിൽ പുറത്തിറങ്ങിയാൽ സിറ്റിയിലൊക്കെ ആണെങ്കിലും ടൗണിലൊക്കെ ആണെങ്കിലും ഇനി അതല്ല ഫാക്ടറിയിലേക്ക് പോകുകയാണെങ്കിലും എല്ലാം ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഫാമിലി വെഹിക്കിളുമായിരുന്നു. ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് 50,000 ആയ റിവ്യൂ നോക്കിയാൽ കാണാം, പെട്ടെന്ന് തന്നെ 50,000 ആയിരുന്നു. അതിനുശേഷം കുറച്ച് ഓട്ടം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് വെഹിക്കിൾ കൂടെ ഒപ്പിച്ചപ്പോഴാണ് ഈ ഓട്ടം ഒന്ന് കുറഞ്ഞത്. എനിവേ ഓടി 1 lakh ആയിട്ടുണ്ട്. ഇപ്പം 1,34,000 ആയിട്ടാണ്. 135 ആയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാം, കാരണം 135 എൻ്റെ നമ്പറാണ്. എനിവേ ഈ വണ്ടി ശരിക്കും നമ്മൾ ഫുൾ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കിയ വണ്ടിയായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ മുമ്പത്തെ 50,000 റിവ്യൂലും അതിൻ്റെ മുമ്പെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസിൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഓട്ടമായിരുന്നു ഓടിയത്. അതിൽ മെയിൻ ഹൈവേ ആണെങ്കിൽ ഇടയ്ക്കെല്ലാം ടൂറെല്ലാം പോകുമ്പോൾ ഞാൻ ഓഫ് റോഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റീൽ ടൈപ്പ് ക്ലിപ്പെല്ലാം അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ അത് കാണിക്കാം. പിന്നെ 2-3 കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തതുണ്ട്. പിന്നെ നമ്മളൊരു വണ്ടി ഉപയോഗിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ടേം റിവ്യൂ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് ലോങ് ടേം റിവ്യൂ എന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ എപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏത് വണ്ടി വാങ്ങിയാലും ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ വില ഒന്ന് കുറയും. അങ്ങനെയാണ് ഡിപ്രിസിയേഷൻ പോകുന്നത്. പക്ഷെ വളരെ ചുരുക്കം അല്ലെങ്കിൽ കൗണ്ടബിൾ ആയിട്ടുള്ള ചില വണ്ടികളുള്ളൂ വില കൂടുക. അതിൽ ഏറ്റവും വില മതിക്കുന്ന വണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജി വാഗൺ. ജി വാഗൺ പ്രൈസ് കമ്പനി കൂട്ടുന്നതോട് കൂടെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വിലയും കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ഡീസൽ 350 വളരെ കുറച്ച് ഇന്ത്യയിൽ ഇറങ്ങണം, അതിന് ഹൈ ഡിമാൻഡും ഉണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ തന്നെ അവൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്നില്ല, ഇത് ഞാൻ കീപ്പ് ചെയ്യുന്ന വണ്ടിയാണെന്നാണ്. ഇനി കൊടുക്കാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സമ്മതിക്കില്ലായിരുന്നു. കാരണം ഇങ്ങനെ കോൺഫിഗർ ചെയ്ത വണ്ടി കൊടുക്കാതെ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വെക്കും, കുറച്ച് കാലം കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കണം എന്നുള്ള ആഗ്രഹമെല്ലാം. എനിവേ അതെല്ലാം നോക്കാം. എന്തായാലും യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതുപോലുള്ള ജി വാഗൺ അല്ലേ, ഇത് മെർസിഡീസിൻ്റെ ഒരു ആക്സസറിയിൽ വരുന്നിട്ടുള്ള ക്യാപ്പാണ്. ഇത് അവിടെ ഞാനൊന്ന് വാങ്ങി, ഒന്ന് വീണ്ടും വാങ്ങി കൊടുത്തിരുന്നു. പിന്നെ എനിക്കൊന്ന് ഗിഫ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ അടുത്ത് ആരും എടുത്തിട്ടുണ്ട്, ആരാന്ന് ഞാൻ പറയുന്നില്ല. എനിവേ 1 lakh കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ആദ്യമായിട്ടുള്ള മെയിൻ്റെനൻസും എല്ലാം തന്നെ വന്നിട്ടില്ല. നമ്മൾ റെഗുലർ മെയിൻ്റെനൻസിലാണ് പോയിട്ടില്ല. ഒരു പ്രശ്നം ഒരു 50,000 മുമ്പ് തന്നെ ഉണ്ടായിരുന്നത് എഞ്ചിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഇടയ്ക്കായിരുന്നു. അത് 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്, പൊടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ ഈ എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെ ഇടയ്ക്ക് ഫ്ലൈവീലിൻ്റെ ഭാഗത്ത് ഒരു ഓയിൽ സീലിനർ ലീക്ക് വന്നിരുന്നു. അത് വാറണ്ടി തന്നെ ആദ്യം മാറ്റിയിട്ട് ഒന്നും കൂടെ ലീക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ചെക്ക് ചെയ്തപ്പോഴാണ് ആ സീലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കമ്പനി തന്നെ അക്നോളജ് ചെയ്ത് 2ാം തവണ മാറ്റിയതിന് ശേഷം പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. അത് സീല് വരാൻ കുറച്ച് സമയം എടുത്തു 2ാം തവണ. അങ്ങനെ അല്ലാതെ വേറെ പക്ഷെ ഓടിക്കാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എഞ്ചിനൊന്ന് ഓയിൽ ടോപ്പപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വേറെ നമുക്ക് പ്രശ്നമൊന്നും ഇതുവരെ മെക്കാനിക്കലി ഉണ്ടായില്ല. റെഗുലർ സർവീസ് പോയിട്ടുണ്ട്. പിന്നെ G63 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ ബ്രേക്ക് ലൈഫ് 350ക്ക് കിട്ടുന്നുണ്ട്. വെയിറ്റ് എല്ലാം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ബെറ്റർ ബ്രേക്ക് ലൈഫാണ് കിട്ടുക. അപ്പം ബ്രേക്ക് പാഡെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് 25,000 മേലെല്ലാം കിട്ടിയിട്ടുണ്ട്. സർപ്രൈസിങ് ആയിരുന്നത് ടയറാണ്. അപ്പോൾ ടയർ ഇത് വന്നിരിക്കുന്നപ്പം 2ാമത്തെ സെറ്റ് ടയറേ ഉള്ളൂ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടും 2 സെറ്റ് ടയർ മാറിയിട്ടുള്ളൂ. അതായത് 2ാമത്തെ സെറ്റാണ്. ഫസ്റ്റ് സെറ്റ് 50,000 തൊട്ട് 48,000 കിലോമീറ്ററിലാണ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മാറ്റി, ഞാൻ 50,000 വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇത് 1 lakhന്റെ തൊട്ട് മുന്നേ ഞാൻ റീലിട്ടിരുന്നു. 99 സംതിങ്ങിലാണ് ഇപ്പം മാറ്റിയിട്ടുള്ള സെയിം കോണ്ടിനെൻ്റലിൻ്റെ അതേ ടയർ തന്നെ ഇട്ടിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന 275/50 സെക്ഷനാണ്. കൂടുതലും ഓൺ റോഡിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഓൺ റോഡ് ത്രെഡാണ്. പക്ഷേ ഈ ടയർ വെച്ചിട്ടും അത്യാവശ്യം ഓഫ് റോഡെല്ലാം ചെയ്യാറുണ്ട്. വലിയ ഓഫ് റോഡ് എക്സ്ട്രീം അല്ല ചെയ്യുന്നത്, പക്ഷേ നമ്മൾ സാധാരണ എൻകൗണ്ടർ ചെയ്യുന്ന ചില ഓഫ് റോഡിങ് അത് ഉമേൺ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു തവണ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഓഫ് റോഡ് ഘട്ടത്തിൽ ഒരു പറമ്പിൽ പോയതായിരുന്നു ഒരു സ്ഥലം നോക്കാനായിട്ട് അവന്. അപ്പോൾ അവിടെ ഈ ഒരു തോട് ഉണ്ടായിട്ട് വെള്ളം നിറഞ്ഞു കിടന്നിട്ട് കാണാത്തതുകൊണ്ട് തന്നെ ആ തോടിൻ്റെ എൻഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ചാടിപ്പോയിട്ട് ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ ലോവർ ആമിന് ഒരു ചെറിയ പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ അതും നമ്മൾ മാറ്റി. അല്ലാതെ വേറെ മെയിൻ്റനൻസ് ഇഷ്യൂ ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. താങ്ക് ഗോഡ്, ടച്ച് വുഡ് എന്നെല്ലാം പറയാം. എനിവേ ഇത്രയും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് അത് ശരിക്കും അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം 16 വരെ ടോപ്പ് കിട്ടിയിട്ടുണ്ട്. റെഗുലർലി 14,000 കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടാറുണ്ട്. കാരണം ഇവന് അത്യാവശ്യം നല്ല ഓട്ടമായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അധികം ഹൈവേ പാലക്കാട് എല്ലാം പ്ലാന്റ് പോകണുള്ള സമയത്ത് 14.5 15 എല്ലാം കിട്ടിയിട്ടുണ്ട്. റെഗുലർലി എന്തായാലും 12ന്റെ മേലെ സിറ്റി യൂസിലും കിട്ടുന്നുണ്ട്. അപ്പം മെർസിഡീസിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ ഒരു ഗുണമാണത്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല മൈലേജ് ഉണ്ട്. 6 സിലിണ്ടർ ആയിട്ടും ഇത്രയും ഹെവി വണ്ടി ആയിട്ടും അത്രയും മൈലേജ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് പെർ ഒരു റണ്ണിങ് കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അന്നവൻ കാൽക്കുലേറ്റ് ഇപ്പം അവൻ്റെ അടുത്ത് അന്നുണ്ടായിരുന്ന മിനി കൂപ്പറും കിയ സെൽത്തോസ് പെട്രോളിനെക്കാളും ശരിക്കും ചീപ്പായിട്ട് റൺ ചെയ്തിരുന്ന വണ്ടിയാണ്. അതും വലിയൊരു ഫാക്ടറാണ്. ബിസിനസ്സിൽ ഓരോ പെന്നിയും ശരിക്കും കൗണ്ട് ചെയ്യുന്നവർ. അതിനാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ജീവാഗനാണ്. ഉമ്മയുടെ അനിയനും ഇപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പയലിഷ. അവന് മുമ്പ് പഠിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പാരലൈസ്ഡ് വീൽ ചെയറിലായിരുന്നു. പക്ഷേ അവനിപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. അവന് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു മെക്കാനിസമാണ്. ഇങ്ങനത്തെ ഒരു ജി വാഗൺ ഇന്ത്യയിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മെക്കാനിസം ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. അപ്പോൾ അവന് ഡ്രൈവ് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. വണ്ടി കയറി കഴിഞ്ഞാൽ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് അവൻ പറയാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ലിവറിൽ തന്നെ ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ലിവറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആക്സലറേഷനാണ്. ആ മൊമെൻറ്റം നമ്മൾ പഠിക്കണം. അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റും. ഫ്രണ്ടിലേക്കാക്കിയ ബ്രേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പം ഫ്രണ്ടിലേക്കാക്കിയ ബ്രേക്ക് അപ്ലൈ ചെയ്യും, ബാക്കിലേക്കാക്കിയ. ഇപ്പം നമ്മളെ ഇടയിൽ തന്നെ നമ്മളൊരു ക്യാമറമാൻ ആൻഡ് കം വീഡിയോ എഡിറ്റർ ഉണ്ട്, സാമിന് ഇതുപോലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. കുറച്ച് കാലം ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവനും ഈ ചെയ്ത ആളുകളൊന്നും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തുള്ള ആളാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതൊക്കെ എന്തായാലും ഉപയോഗപ്പെടുത്തും. എന്തായാലും ഇപ്പം പഹലേശയും കൂടെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവനും ഹാപ്പിയാണ്. എന്തായാലും ജീവൻ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അതെന്തായാലും വേറെ വണ്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. അവൻ്റെ റെഗുലർ കാല എക്സാം ആണെങ്കിലും ഓൾസോ എൻജോയ് ദിസ്. ഞാൻ ഇപ്പോൾ ഓടിക്കാൻ ശ്രമിക്കുന്നത് ഈ ഹാൻഡിലാണ്. ഇത് ബ്രേക്ക്, ഇത് ആക്സിലേഷന്. ഈ ഒരു മൊമെൻറ്റം ഒന്ന് എയിമായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു രസമുണ്ട് ഓടിക്കാൻ. ഇപ്പോൾ കൂട്ടി കുടിക്കണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം, റിലീസാക്കും, രസം. പക്ഷേ നമ്മൾ റെഗുലർലി ഓടിച്ച് ശീലിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ ഓടിക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി കംഫർട്ടബിളും കൺവീനിയൻറ്റും. എന്തായാലും ഒരു 1,53,000 ആയിപ്പം 135 എടുക്കണം എന്ന് വെച്ചിരുന്നു. ഫോട്ടോ മിസ്സായി. എനിവേ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ജി വാഗണിൽ കിട്ടുന്ന ഒരു കോർ എസെൻസ് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ജി ക്ലാസ് ഓടിക്കുമ്പോഴുള്ള പോസ്ചർ അത് വലിയൊരു എലമെൻ്റ്. ഒരു റൂളിങ് ദ റോഡ്, കമാൻഡിങ് ഫീൽ, അത് ശരിക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. എൻജിൻ ആസ് സച്ച് വളരെ റിഫൈൻഡ് തന്നെ. എപ്പോഴും ശരിക്കും പവർ ലോസ് ഇല്ല, അതുപോലെ തന്നെ റിഫൈൻമെൻറ്റ് കുറവില്ല. 6 സിലിണ്ടറാണ്. ഇപ്പോൾ നേരത്തെ വണ്ടി ഓൺ ആക്കി വെച്ചിട്ട് പുറത്തുനിന്ന് സംസാരിക്കുകയെല്ലാം ചെയ്തു. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു മർമറുണ്ടെന്നല്ലാതെ ഒരു തരത്തിലും റിഫൈൻമെൻറ്റ് നഷ്ടപ്പെട്ടില്ല. പിന്നെ വലിയൊരു കാര്യം സാധാരണ മെർസിഡീസിലുള്ളതൊന്ന്, മെർസിഡീസ് അവരെ സ്വന്തം ഗിയർ ബോക്സ് ആണ് എപ്പോഴും ഡെവലപ്പ് ചെയ്യാറുള്ളത്. ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന 9G ട്രോണിക് ആണെങ്കിലും 7G ട്രോണിക്, ഇതെല്ലാം സ്വന്തം ഗിയർ ബോക്സ്. അല്ലാതെ പുറത്തുള്ള സപ്ലൈസ്, ZF പോലുള്ള സപ്ലൈസിൻ്റെ അടുത്തും ഡിപ്പെൻഡ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ അവരുടെ ഗിയർ ബോക്സ് ലൈഫ് എപ്പോഴും കൂടുതലാണ്. സാധാരണ ചെറിയ സ്ലഗ്ഗിഷ്നെസ്, ലാഗ് എന്നെല്ലാം പലരും കോട്ട് ചെയ്യാറുണ്ട്. ആ ലാഗെല്ലാം തന്നെ അവർ ട്യൂണിങ്ങും ബന്ധപ്പെട്ടിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതല്ലാതെ ഒരു പെർഫോമൻസിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല. പിന്നെ നമ്മൾ സാധാരണ ജി വാഗണിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ കിട്ടുന്ന ഒരു പവർ എടുത്ത് പോകുമ്പോഴാണ്. അതിപ്പോൾ ഈ ടോർക്ക് കൺവേർട്ടർ ആണെങ്കിലും ശരിക്കും നമുക്ക് ഒരു തരത്തിലും ലൂസ് ആവാതെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പുഷ് ചെയ്ത് പോകാനുള്ള പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒന്ന് പുഷ് ചെയ്യണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ആ ടോർക്കിൻ്റെ പവർ കിട്ടുന്നുണ്ട്. ഇത് വരുന്ന 600 Nm ടോർക്കാണ്, 282 HP ആണ്. ഇതിൽ വന്നിരിക്കുന്ന OM656 എന്ന് പറയുന്ന ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനുമാണ്. അത് ശരിക്കും നല്ലൊരു പെർഫോമൻസ് എഞ്ചിൻ തന്നെയാണ്. അത് നമുക്ക് അനുഭവിക്കാനും പറ്റുന്നുണ്ട്.
നമ്മൾ ഈ റിവ്യൂവിൻ്റെ ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം റിവ്യൂ ആണ്. ശരിക്കും 1 lakh ഓടിയിട്ടുള്ള ജി വാഗൺ വൺ ഓഫ് ദ ഫസ്റ്റ് ആയിരിക്കും. നമുക്ക് കേരളത്തിൽ എന്തായാലും ഫസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി. ഇന്ത്യയിൽ തന്നെ അധികം വണ്ടിയൊന്നും ഇത്രയും ഓടിയിട്ടില്ല. പഴയ വണ്ടി നോക്കുകയാണെങ്കിൽ ഉണ്ടാവും, പക്ഷേ ഞാൻ പറഞ്ഞ ഈ പുതിയ ജനറേഷൻ വന്നതിൽ ജി വാഗൺസിൽ ഇത്രയൊന്നും ഓടാറില്ല. കാരണം അധികം വാങ്ങുന്ന ആൾക്കാരും ഒരു സ്റ്റൈൽ ഉപയോഗം തന്നെയാണ് നമ്മൾ കണ്ടുവന്നിട്ടില്ല. അപ്പോൾ റെഗുലർലി ഓടിക്കുന്ന വണ്ടികളാകുമ്പോഴാണ് ഇത്രയും കിലോമീറ്റർ ക്ലോക്ക് ചെയ്യാം. അങ്ങനെ ഉപയോഗിച്ച് നോക്കുമ്പം ഇത് സ്റ്റിൽ ഒരു സോളിഡ് കാറാണ്. ഞാൻ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, എഫിഷ്യൻസി ഉണ്ട്, റീസെയിൽ വാല്യൂ കിട്ടും. നോക്കുകയാണെങ്കിൽ പെർ കിലോമീറ്റർ കോസ്റ്റ് ശരിക്കും വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറവാണ്. സാധാരണ കാർ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കോർ എസൻസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഇപ്പോഴും ഇത്രയും വാല്യൂ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ജി ക്ലാസ് എന്ന വെഹിക്കിളിൻ്റെ ഡിമാൻഡ്, ഡീസലിന് പ്രത്യേകിച്ചുള്ള ഡിമാൻഡ്, അതിൻ്റെ പുറമെ ഇറ്റ്സ് എ വെരി ഗുഡ് വാല്യൂ പ്രൊപ്പോസിഷൻ. അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഇതിൻ്റെ ഈ ഒരു വാല്യൂ നമുക്ക് ഫിക്സ് ചെയ്യുന്നത്. എനിവേ ഒരു 1 lakh ഓടെ ജി വാഗൺ കൊണ്ടുവരാന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞതാണ്, ഞാൻ കൊണ്ടുവന്നു. ഇതിനി കൂടുതൽ കിലോമീറ്റർ ക്ലോക്ക് ചെയ്താൽ നമുക്ക് അടുത്ത മൈൽസ്റ്റോണിലും കൊണ്ടുവരാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കമൻറ്റിൽ പറയാം. നിങ്ങൾ ജി വാഗൺ ഫാൻ ആണോ എന്നുള്ളത് പറയാം. ജി വാഗൺ ഫാൻ അല്ലെങ്കിൽ വേറെ നിങ്ങളെ ഫേവറേറ്റ് SUV എന്നുള്ളതും കമൻറ്റിൽ പറയാം. എന്തായാലും അടുത്ത തവണ മറ്റൊരു വെഹിക്കിളായിട്ട് കാണാം. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.